കായിക മത്സരങ്ങൾ ഏതാണെങ്കിലും അതിൻ്റെ ആവേശം അതൊട്ടും കുറയാത്ത രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശേഷിയുള്ള ഷൈജു ദാമോദരൻ എന്ന് പറയുന്ന കേരളം കണ്ടതിലെ ഏറ്റവും നല്ല കമന്ററി പറയുന്ന ആളാണ്. അദ്ദേഹമാണ് ഇന്ന് ഈ മത്സരം അങ്ങ് ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കുമ്പോൾ മുതൽ കൈരളി ന്യൂസിനൊപ്പം പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ്. അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. എല്ലാ ഒരുക്കങ്ങളും നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടില്ലേ? യെസ്, ജോസിലാണ് ഇപ്പോൾ എന്നെക്കാൾ നല്ലോണം കമൻട്രി പറയുന്നത്. ജോസിലിൻ്റെ ആവേശം കാണുമ്പോൾ, ജോസിലിൻ്റെ ഒരു ഇന്തൂസിയാസം കാണുമ്പോഴാണ് എനിക്ക് ശരിക്കും ഇത് നമ്മൾ നിൽക്കുന്നത് ആലപ്പുഴയിൽ നെഹ്റു ട്രോഫിയുടെ ഏറ്റവും മനോഹരമായ വിഷ്വൽ ഇതിനപ്പുറം ഇല്ല. മനുഷ്യസാധ്യമായ പുന്നമടക്കായലിലെ നെഹ്റു ട്രോഫി ട്രാക്കിൻ്റെ ഏറ്റവും അടുത്തുള്ള ഏറ്റവും ഉയരത്തിലാണ് ഞാനും ജോസിലും ഷാജഹാനും ഒക്കെ നിൽക്കുന്നത്. വണ്ടർഫുൾ പ്ലേസ്. അതാണ് നമ്മുടെ ആവേശം ഇരട്ടിപ്പിക്കുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ നമ്മുടെ പ്രേക്ഷകർക്കും കാണാം. ഇതൊരു മനോഹരമായ ഒരു ഏരിയൽ വ്യൂ ആണിത്. പുന്നമടയുടെ എല്ലാ സൗന്ദര്യവും, വള്ളങ്ങളുടെ സൗന്ദര്യം, ചുണ്ടൻ വള്ളങ്ങളുടെ സൗന്ദര്യം, ഈ കാണികളുടെ സൗന്ദര്യം, ഹൗസ് ബോട്ടുകളുടെ സൗന്ദര്യം, ഇതെല്ലാം ഈ കാഴ്ചകൾക്ക് ഇനി ഇതിനൊരു സമാപനം കുറിക്കുക എന്ന് പറഞ്ഞാൽ ഇനിയുള്ള അൾട്ടിമേറ്റ് അവസാനത്തെ ഫൈനൽ മത്സരങ്ങളാണ്. ചുണ്ടൻ ഇനിയിപ്പോൾ നമ്മൾ മാസ് ഡ്രില്ലിന് വേണ്ടി നമുക്ക് കാണാം. അവിടെ മാസ് ഡ്രില്ലിന് വേണ്ടി ചുണ്ടൻ വള്ളങ്ങൾ ഓരോന്നോരോ ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ചുണ്ടൻ വിഭാഗത്തിൽ പങ്കെടുക്കുന്ന 21 ചുണ്ടൻ വള്ളങ്ങളും ഇപ്പം മുഖ്യ പവലിയന് മുന്നിൽ ഓരോന്നോരോന്നായി അണിനിരക്കുന്ന കാഴ്ചയാണ് നമ്മൾ ആ ദൂരക്കാഴ്ചയിൽ കാണുന്നത്. മാസ് ഡ്രില്ലിൻ്റെ സമയമാണ്. ഓരോ നെഹ്റു ട്രോഫിക്ക് മുമ്പും ഏറ്റവും വർണ്ണാഭമായ ഒരു പ്രോട്ടോകോൾ ചടങ്ങാണ് മാസ് ഡ്രിൽ എന്ന് പറയുന്നത്. മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ തുഴക്കാരും, എല്ലാ ചുണ്ടൻ വള്ളങ്ങളും ആ മാസ് ഡ്രിൽ നിയന്ത്രിക്കുന്ന ചീഫ് റെഫറിയുടെ ആ വിസിലിന്റെ ഇതിനൊപ്പിച്ച് അവര് നടത്തുന്ന ഒരു എക്സർസൈസ് ആണ് വാസ്തവത്തിൽ മാസ് ഡ്രിൽ. ആ മാസ് ഡ്രില്ല് നെഹ്റു ട്രോഫി ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം മാസ് ഡ്രില്ലോട് കൂടിയാണ് തുടക്കം കുറിക്കുന്നത്. മുഖ്യാതിഥിയാണ് മാസ് ഡ്രില്ലിൽ സല്യൂട്ട് സ്വീകരിക്കുന്നത്. തീർച്ചയായും ഇത് നെഹ്റു ട്രോഫിയിലെ ഇന്നത്തെ മത്സര ദിവസം നമ്മൾ കാത്തിരിക്കുന്ന ഉച്ച നേരത്തെ ഏറ്റവും ആവേശകരമായ ഫൈനൽ ഡാഷ് തുടങ്ങുന്നതിന് മുമ്പുള്ള അവസാനത്തെ 3 മണിക്കൂർ തുടങ്ങുന്നതിന് മുമ്പുള്ള ആ സംഗതിയിലേക്കാണ് പുന്നമടക്കായലും നെഹ്റു ട്രോഫിയും ഇപ്പോൾ നീങ്ങുന്നത്. വിച്ച് ഇസ് മാസ് ഡ്രിൽ. ഇപ്പോൾ മാസ് ഡ്രില്ലിലേക്കാണ്. അത് കഴിഞ്ഞാൽ നമുക്കറിയാം ചുണ്ടൻ വള്ളങ്ങളുടെ 6 ഹീറ്റ്സുകൾ ഒന്നിനു പുറകെ ഒന്നായി തൃശ്ശൂർ പൂരത്തിൽ അമിട്ട് പൊട്ടുന്ന പോലെ ടക്ക് 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 എന്ന് പറഞ്ഞാൽ 6 ഹീറ്റ്സ് നടക്കും. 6 ഹീറ്റ്സുകളിലായി ആരൊക്കെയാണ് മത്സരിക്കുന്നത്? ഈ പുന്നമടയുടെ പ്രിയപ്പെട്ട ജലരാജാക്കന്മാർ ഒന്നിനു പുറകെ ഒന്നായി വരികയാണ്. കാരിച്ചാൽ വരും, പീയപുരം വരും, ക്ലബ്ബുകൾ നോക്കിയാൽ BBC വരും, BBC വരും, പുന്നമട വരും, KTBC വരും. അങ്ങനെ മനോഹരമായ എല്ലാ അർത്ഥത്തിലും പുന്നമട പൂരത്തിന്റെ ഫൈനൽ ലാപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലോകമെമ്പാടുമുള്ള കൈരളി ന്യൂസിന്റെ പ്രേക്ഷകരെ ഒരിക്കൽ കൂടി ഫോർ ദ വൺ ഫൈനൽ ടൈം നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ നമ്മൾ പുന്നമടയിലേക്ക് ക്ഷണിക്കുകയാണ്.